ഇന്ന് മലേഷ്യയിലെ 2ാം ദിവസമാണ്. രാവിലെ ഹോട്ടലിൽ നിന്നിറങ്ങി ബസ്സുമായി ഗൈഡ് താഴെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഇന്ന് ആദ്യമായി പോയത് ബാട്ടു കേവ്സിലേക്കാണ്. അവിടെ എത്തിയ ഉടനെ തന്നെ പ്രഭാത ഭക്ഷണം കഴിച്ചു. ഇത് മലേഷ്യയുടെ ട്രഡീഷണൽ ഫുഡായ നാസി ലെമാക്കാണ്. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചാണ് ഇത് തയ്യാറാക്കുന്നത്. ഇത് ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കി. 140 അടി ഉയരമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ മുരുക പ്രതിമയാണിത്. 2006 ഈ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത്. 250 ടൺ സ്റ്റീൽ ഉപയോഗിച്ചാണ് ഈ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് ബാത്തു കേവ്സിലേക്കുള്ള വഴി. 272 വർണ്ണപ്പടവുകൾ കയറി വേണം ഈ കേവ്സിലെത്താൻ. സമീപത്തു കൂടി ഒഴുകുന്ന ബാത്തു നദിയിൽ നിന്നാണ് ഇതിന് ബാത്തു എന്ന് പേര് ലഭിച്ചത്. 272 വർണ്ണപ്പടവുകൾ കയറി ഞങ്ങൾ ഗുഹയ്ക്കുള്ളിലെത്തി. 400 ദശലക്ഷം വർഷം പഴക്കമുള്ള ചുണ്ണാമ്പ് ഗുഹകളാണിവ. 19ാം നൂറ്റാണ്ടിലാണ് ഈ ഗുഹകളിൽ മുരുകൻ്റെ പ്രതിഷ്ഠ നടത്തിയത്. പിന്നീട് ഇവിടെ ആരാധനാലയമായി മാറിയതും. ഇവിടുത്തെ പ്രധാന ആഘോഷം തൈപ്പൂയമാണ്. ഇതിനകത്തെ പ്രധാന ഗുഹയായ ടെമ്പിൾ കേവ്, ഇവിടെയാണ് മുരുകക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതിനകത്തെ മറ്റൊരു കേവാണ് രാമായണ കേവ്. രാമായണത്തിലെ കഥാസന്ദർഭങ്ങൾ പ്രതിമകളിലൂടെ ആവിഷ്കരിച്ചിരിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ബാട്ടു കേവ്സിനകത്തെ കാഴ്ചകളാണ് ഇനി കാണുന്നത്. ഇതാണ് ബാത്തു കേവ്സിനകത്തെ മുരുക പ്രതിഷ്ഠയുള്ള ക്ഷേത്രം. മുരുകൻ്റെ വാഹനമായ മയിലിൻ്റെ സ്റ്റാച്ചു ക്ഷേത്രത്തിന് ചുറ്റും കാണാം. ബാത്തു കേവ്സിനകത്തുള്ള ഒരു ഷോപ്പാണിത്. മുരുകൻ്റെ പ്രതിമകളും അലങ്കാര വസ്തുക്കളുമാണ് വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുന്നത്. ഞങ്ങൾ ബാത്തു കേവ്സിൽ നിന്ന് താഴേക്ക് ഇറങ്ങി. ഒരു കൂട്ടം പ്രാവുകളാണ് ഇവിടെ മുഴുവൻ. പ്രാവുകൾക്കിടയിൽ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള സഞ്ചാരികളുടെ തിരക്കുമുണ്ട്. ഫോട്ടോ എടുക്കാനായി ഞാനും ഒരു ശ്രമം നടത്തി. പിന്നീട് ഗൈഡ് ഞങ്ങളെ കൊണ്ടുപോയത് ഒരു വാച്ച് ഫാക്ടറിയിലേക്കാണ്. അവിടെ വാച്ചുകൾ വാങ്ങാനും കാണുവാനുമുള്ള സൗകര്യമുണ്ട്. ഇവിടെ നിന്ന് അടുത്ത യാത്ര ജെന്നിംഗ് ഐലൻഡിലേക്കാണ്. കോലാലംപൂരിൽ നിന്ന് 1 മണിക്കൂറിലധികം യാത്രയുണ്ട് ഈ സ്ഥലത്തേക്ക്. കേബിൾ കാർ വഴിയാണ് മുകളിലേക്ക് പോകേണ്ടത്. കേബിൾ കാർ സ്റ്റോപ്പ് ആവില്ല. ഒന്ന് സ്ലോ ആവുമ്പോൾ നമ്മൾ കയറണം. അങ്ങനെ കേബിൾ കാറിൽ കയറി ഞങ്ങളും ജെന്നിംഗ് ഐലൻഡിലേക്ക് യാത്ര തുടങ്ങി. മലേഷ്യയിലെ പഹാങ് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ജെന്നിംഗ് ഐലൻഡ്. സമുദ്രനിരപ്പിൽ നിന്ന് 6000 അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കേബിൾ കാറിലൂടെ പോകുമ്പോഴുള്ള കാഴ്ചകളാണിത്. പച്ചപ്പും മഴക്കാടുകളും നിറഞ്ഞ മലനിരകൾക്ക് മുകളിലൂടെയുള്ള ഈ യാത്ര മറക്കാനാകാത്തൊരു അനുഭവമായിരുന്നു. കേബിൾ കാർ ചെന്നെത്തുന്നത് ഒരു ഷോപ്പിംഗ് ഏരിയയിലേക്കാണ്. ധാരാളം കഫേകൾ, റെസ്റ്റോറൻറ്റുകൾ, തീം പാർക്കുകൾ, സ്കൈ വേൾഡ് തീം പാർക്ക്, ഇൻഡോർ തീം പാർക്ക്, അങ്ങനെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം ഈ കോംപ്ലക്സിനകത്തുണ്ട്. ഗൈഡിന് പുറകെ ഞങ്ങളും നടന്നു. ഇതിനകം ഒരു മായാലോകം തന്നെയായിരുന്നു.
പാർക്കിനകത്തൂടെ ഞങ്ങളിങ്ങനെ കുറേ വഴി നടന്നു. ഇവിടെ എത്തിയപ്പോൾ മോന് കാർ ഓടിക്കണമെന്നൊരാഗ്രഹം. അങ്ങനെ കുറച്ച് സമയം മോൻ ഇതിനകത്ത് കാർ ഓടിച്ചു നടന്നു. ചിൽഡ്രൻസ് പാർക്കിലെ ബോളുകളെല്ലാം ഇങ്ങനെ മെഷീൻ്റെ സഹായത്തോടെ പാക്ക് ചെയ്യുന്നത് കുറച്ചു നേരം ഞാനങ്ങനെ നോക്കി നിന്നു. മകൻ്റെ കാർ ഗെയിം കഴിഞ്ഞതും ഞങ്ങൾ തീം പാർക്കിൻ്റെ ബാക്കി ഭാഗങ്ങൾ കണ്ടു നടന്നു. മലേഷ്യയിലെ ലൈസൻസുള്ള ഒരേയൊരു ചൂതുകളി കേന്ദ്രം ഇവിടെയാണ്. ജെൻഡിൻ ഹൈലാൻഡിലെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ച് കേബിൾ കാറിൽ കയറി താഴോട്ടുള്ള യാത്ര തുടങ്ങി. മലമുകളിലുള്ള ഒരു മായാലോകം തന്നെയാണ് ജെൻഡിൻ ഹൈലാൻഡും അവിടുത്തെ കാഴ്ചകളും. കോടമഞ്ഞ് പുതച്ച മലനിരകൾക്ക് മുകളിലൂടെ കേബിൾ കാറിലൂടെ ഞങ്ങൾ താഴോട്ടുള്ള യാത്ര തുടർന്നു. ഇവിടെ നിന്നാണ് കേബിൾ കാർ യാത്ര തുടങ്ങിയത്. ഇപ്പോൾ അങ്ങോട്ട് തന്നെ തിരിച്ചെത്തി. ഇനി കോലാലംപൂർ സിറ്റിയിലെ താമസിക്കുന്ന ഹോട്ടലിലേക്കുള്ള യാത്ര തുടർന്നു. മലേഷ്യയിലെ രണ്ടാമത്തെ ദിവസത്തെ യാത്രയും നല്ല രീതിയിൽ ആസ്വദിക്കാനായി.